വെണ്ടയ്ക്കയും തൈരും കൂടെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി മസാലക്കറിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തി, പൊറോട്ട അങ്ങനെയുള്ള എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു 200 ഗ്രാം വെണ്ടയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നീളം കൂടിയ വെണ്ടയ്ക്കയാണെങ്കിൽ അതിനെ നടുക്കൂടെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് നടുക്കൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. വെണ്ടയ്ക്ക 2ആയിട്ട് മുറിഞ്ഞു പോകരുത്. ഇങ്ങനെ വരഞ്ഞെടുക്കുന്ന അതിനകത്ത് മസാല പിടിക്കാനും പിന്നെ അത് കേടുണ്ടോയെന്നറിയാമല്ലോ, ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയാം നമുക്ക്. ഇനി നീളം കുറഞ്ഞ വെണ്ടയ്ക്കയാണെങ്കിൽ അത് 2ആയിട്ട് മുറിക്കേണ്ട ആവശ്യമില്ല, അത് തന്നെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ ഇതെല്ലാം ഞാനൊന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗ്രേവിക്കായിട്ട് മീഡിയം സൈസ് 2 സവോളയും പിന്നെ ഒരു തക്കാളിയും കൂടിയാണ് എടുക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. തൈര് അധികം പുളിയില്ലാത്തത് വേണം എടുക്കാനായിട്ട്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, എരിവിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവയുടെയും ജീരകത്തിൻ്റെയും പൊടിയെ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കസൂരി മേത്തി പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാവേ. ഇനി ചൂടായ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക വഴറ്റുമ്പോൾ ആദ്യമേ തന്നെ ഉപ്പിട്ട് കൊടുക്കല്ലേ, അതിനകത്തെ ആ വഴുക്കലൊക്കെ ഒന്ന് ആദ്യം പോയി കഴിഞ്ഞിട്ട് ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ. വെണ്ടയ്ക്ക നമ്മൾ ഒരുപാട് കട്ട് ചെയ്യാത്തതുകൊണ്ട് അതിനകത്ത് ഒരുപാട് വഴുവഴുപ്പുണ്ടാവില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റാനായിട്ട്. ഇതിട്ടിട്ട് മാറിപ്പോകരുത്, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പിടിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒട്ടലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെണ്ടയ്ക്ക ഒരുപാട് ഫ്രൈ ആകണ്ട, നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി നല്ല സോഫ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് ഇതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കാം. പാനൊന്ന് കഴുകിയെടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് മസാല അടുക്കി പിടിക്കും. അപ്പം ഞാൻ റെഡിയാക്കി വെച്ചിരുന്ന തൈരിൻ്റെ ആ മിക്സിലേക്ക് ഞാനൊരു കാര്യം മറന്നുപോയി, പെരുംജീരകം പൊടിച്ചത് ചേർക്കാനായിട്ട്. പെരുംജീരകം ചേർക്കുമ്പോൾ ഈ കറിക്കൊരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാൻ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു മുളക്, ഇതൊന്ന് മൂക്കുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞത്, ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാവേ. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ച് സവോള ചേർത്ത് കൊടുക്കാം. ഈ വഴറ്റുന്ന എല്ലാം ലോ ഫ്ലെയിമിലിട്ട് വഴറ്റണേ, കാരണം ഞാൻ എണ്ണ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. എണ്ണ കൂടുതൽ ചേർക്കാവുന്നവർ ചേർത്തിട്ട് ഉണ്ടാക്കിക്കും, അപ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഈ സവോള ഒന്ന് നല്ലപോലെ ബ്രൗൺ കളറാവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇടയ്ക്ക് അടി പിടിക്കുന്നു എന്ന് തോന്നുമ്പോൾ അല്പം വെള്ളം തളിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ സവോള വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർക്കുമ്പോൾ അല്പം ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യമേ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഈ തക്കാളി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മസാല നല്ല കുഴഞ്ഞു വരണേ, ആ പാകത്തിന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവോള നല്ലപോലെ ഒന്ന് വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം മസാല ഒരുപാട് ഡ്രൈ ആയിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറുമേ. ഏത് കറിക്കായാലും മസാല വഴറ്റുമ്പോൾ അല്പം വെള്ളം തളിച്ച് കൊടുത്ത് വഴറ്റുകയാണെങ്കിൽ ഗ്രേവിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമേ. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് എടുത്ത് വെച്ചിരുന്ന മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ, കാരണം ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവേ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റുന്നുണ്ട്. ഒരു 30 സെക്കൻഡ് ആ തൈരും മസാലയും കൂടി ഒന്ന് മിക്സ് ആകുന്നിടം വരെ ഒന്ന് വഴറ്റണം. ഇതിൻ്റെ പുളി നോക്കിയപ്പം പുളി അല്പം കുറവാണ്, അപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തെ മസാല ഓയിലും കൂടി ഒന്ന് സെപ്പറേറ്റ് ആകുന്നിടം വരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇടയ്ക്ക് അടിക്ക് പിടിക്കുന്നുണ്ടോ ഒന്ന് തുറന്നും കൂടെ നോക്കിയാണ്. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൂടി ഒന്ന് തുറന്ന് നോക്കുക. ഞാൻ ഓയിലും മസാലയും കൂടെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് കാണാനില്ല, കാരണം ഞാൻ അത്രയും കുറച്ചല്ലേ ഓയിൽ ഒഴിച്ചേക്കുന്നത്. ഇത് മതിയാവും. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. ഈ കറി ഒരുപാട് ഗ്രേവി ഉണ്ടാവില്ല, ഒന്ന് കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് വെള്ളം ചേർത്താൽ മതി.
ഇനി ഇതിനൊരു തിള വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വെച്ച വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളിത് വറുത്ത് വെച്ച കാരണം ഈ വെണ്ടയ്ക്ക കുഴഞ്ഞു പോവോ പൊട്ടിപ്പോവോ ഒന്നും ചെയ്യില്ല കേട്ടോ ഇതിനകത്ത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക. വെണ്ടയ്ക്കകത്തേക്ക് മസാലകളൊക്കെ ഒന്ന് പിടിക്കട്ടെ. 1 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെണ്ടയ്ക്ക മസാല റെഡിയായി ഇരിപ്പുണ്ട്. ഗ്രേവിയൊക്കെ പാകത്തിനായിട്ട് നല്ല കുഴഞ്ഞാണ് ഇരിക്കുന്നത്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ ഒക്കെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചെറിയൊരു പുളിയും ആവശ്യത്തിന് എരിവും ഒക്കെ ആയിട്ടൊരു കറി. അപ്പോൾ കഴിക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്